CPM-ന് കനത്ത തിരിച്ചടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 1 കോടി രൂപ പിരിച്ചെടുത്ത ആദായ നികുതി വകുപ്പ് നടപടി ഹൈക്കോടതി ശരിവെച്ചു. പണം പിടിച്ചെടുത്തതിനെതിരായ MM വർഗീസിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും നടപടിയും നിയമപരമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. സമയത്താണ് 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് CPM-ന്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടായിരുന്നു ആ നടപടി ഈ ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ആദായ നികുതി വകുപ്പിന്റെ നടപടി ശരിവെച്ചിരിക്കുന്നത്. പണം, അതായത് ഈ 1 കോടി രൂപ, ഏകദേശം 4.5 കോടി രൂപ ഉണ്ടായിരുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട്, CPM-ന്റെ അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപയായിരുന്നു MM വർഗീസ് പിൻവലിച്ചത്. ഇത് ആദായ നികുതി വകുപ്പിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്, നിയമവിരുദ്ധമായിട്ട് സൂക്ഷിച്ച പണമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആ പണം പിടിച്ചെടുക്കുകയും അക്കൗണ്ട് അത് മരവിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി സ്വാഭാവികമായിട്ടും അതിന്റെ കാലാവധി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പണം പിടിച്ചെടുത്ത ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി അത് നിയമാനുസൃതമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. പരിശോധന, അതായത് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയും നടപടിയും നിയമപരമാണ്. വസ്തുതകൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആദായ നികുതി വകുപ്പ് ഈ പണം പിടിച്ചെടുത്തതും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ചെയ്തതും. പരിശോധനയ്ക്കും പണം പിടിച്ചെടുത്തതിനും മതിയായ കാരണങ്ങൾ നിരത്താനായിട്ട് ആദായ നികുതി വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടി ശരിവെക്കുന്നുവെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ MM വർഗീസിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞ സമയത്ത് ആ വിവരങ്ങൾ മറച്ചുവെക്കുന്ന ഒരു സമീപനമാണ് MM വർഗീസിൽ നിന്നും CPM-ന്റെ ജില്ലാതല അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ബാങ്ക് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ KYC അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പണം പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടി തെറ്റാണെന്നും ആ പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു MM വർഗീസ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 1 കോടി രൂപ അത് പിടിച്ചെടുത്ത CPM-ന്റെ അക്കൗണ്ടിൽ നിന്നും നിയമവിരുദ്ധമായിട്ട് സൂക്ഷിച്ചിരുന്ന 1 കോടി രൂപ പിടിച്ചെടുത്ത ഇൻകം ടാക്സ് നടപടി അത് ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MM വർഗീസിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ശരി രേഷ്മ.